എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ മുരിങ്ങയില ചട്നിയാണ്. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു തേങ്ങാ ചട്നി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചട്നിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ലൈക്ക് തരാനും മറക്കില്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോയാലോ. ഇനി നമുക്ക് മുരിങ്ങയില തേങ്ങാ ചട്നി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് ആദ്യമേ നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവില് ഉഴുന്നുപരിപ്പാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാനായിട്ട്. ഉഴുന്നുപരിപ്പിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവില് കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ അളവില് കപ്പലണ്ടി, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഒട്ടുകടല കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റാം. ഇപ്പൊ കപ്പലണ്ടി ഉഴുന്നൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ തന്നെ ഒരു 10 പച്ചമുളക് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയിലയാണ്. മുരിങ്ങയില കൂടെ ചേർക്കാം. മുരിങ്ങയില ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് 2 കൈപ്പിടി നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. കൂടെ തന്നെ ഈ ഒരു ചട്നിക്ക് ഒരു പുളിപ്പിനായിട്ട് ഇതുപോലൊരു വാളംപുളി കഷ്ണം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 10 എണ്ണം ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് വാടി കിട്ടണം. ഇനി ചട്നിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ ചട്നിയിലേക്ക് മല്ലിയിലയുടെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചട്നിയിലേക്ക് മല്ലിയില ചേർക്കുന്നില്ല. ഒന്നുകൂടെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചുകൂടി എടുക്കണം. മുരിങ്ങയില ചേർത്ത് വഴറ്റുമ്പോൾ അധികം ഒന്നും വഴറ്റിയെടുക്കരുത്. മുരിങ്ങയില ഒരുപാട് വഴണ്ട് പോയാൽ ഈ ചട്നിക്ക് ഒരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന ചേരുവകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് അരച്ചുകൂടി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നിക്കൂട്ട് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചട്നിക്കൂട്ട് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അരച്ചെടുത്തിട്ടുള്ള ചട്നി ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ചട്നിയുടെ കൊഴുപ്പിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. ചട്നി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ചട്നി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ചട്നിയുടെ കട്ടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കൊളസ്ട്രോൾ ആവട്ടെ, ഷുഗർ ആവട്ടെ, അങ്ങനെയുള്ള പേഷ്യൻസിനും ഇതുപോലെയുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുക് ചേർക്കാം. കടുകിപ്പോൾ നല്ലോണം തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഉള്ളി നല്ലോണം ഒന്ന് മുരിഞ്ഞു വരണം. ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. താളിപ്പൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ മുരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചട്നിയിലേക്ക് താളിപ്പ് ചേർക്കാം. ഇനി പെട്ടെന്ന് തന്നെ മൂടിയും കൂടി വെച്ച് കൊടുക്കാം. താളിപ്പിന്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങയില തേങ്ങാ ചട്നി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ നമുക്കാകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.